ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം അതിന്റെ ഒരു ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇനി ഒരു അടുത്ത വെള്ളിയാഴ്ച ഇല്ല. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? രാഷ്ട്രീയവും ഇസ്ലാമും ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയവും ഇസ്ലാമും ഒന്നാണ്. അത് ആദ്യം ചിന്തിക്കണം. നമ്മൾ തെരഞ്ഞെടുക്കുക. ദിവസം തോറും രാവിലെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ പിടികൂടുന്ന സ്ഥാനാർത്ഥി പിശാചാണ്. ആദ്യം പിടികൂടുന്ന സ്ഥാനാർത്ഥി പിശാചാണ്. ഈ പിശാച് എന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ പരാജയപ്പെടുത്തിയാൽ കാലാകാലം നമുക്ക് ജീവിക്കാൻ കഴിയും. അതിന് നമ്മൾ കഠിനാധ്വാനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ഈ പിശാച് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയാൽ കാലാകാലം സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അനുവാദം അല്ലാഹു നമുക്ക് നൽകും. അതിന്റെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പ്. കേവലം 5 വർഷം ഈ നാട്ടിന്റെ ഭരണാധികാരികൾക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സാധാരണ നടന്നു വരുന്നത്. 5 വർഷം. ഈ 5 വർഷത്തിന് വേണ്ടി കഠിനാധ്വാനമാണ് നടത്തുന്നത്. 5 വർഷത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനമാണ് നടത്തുന്നത്. ഊണില്ല, ഉറക്കമില്ല, വീട് കയറി ഇറങ്ങി 5 വർഷത്തേക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി. ഒരു സ്ഥാനം ആർത്തിക്കുന്ന ആളാണല്ലോ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പൊ ആ ആർത്തിയോടുകൂടി ഓരോ വീടും കയറി ഇറങ്ങി 5 വർഷത്തേക്ക് സ്ഥാനം ഉറപ്പിക്കുമ്പോ കാലാകാലം സ്ഥാനം ഉറപ്പിക്കാൻ നമ്മളൊരു കഠിനാധ്വാനം ചെയ്യണ്ടേ? ചിന്തിക്കണ്ടേ? കാലാകാലം സ്വർഗത്തിൽ നിനക്കൊരു കസേര വേണമെങ്കിൽ ആ കസേരയ്ക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തി പിശാച് എന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ അതൊരു വഴിയായി മാറും. ഈ 5 വർഷത്തേക്കുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി വർഷങ്ങളോളം നമ്മൾ പണിയെടുക്കുകയാണ്, ദിവസങ്ങളോളം പണിയെടുക്കുകയാണ്. നമസ്കാരം പോലും ഒരു പക്ഷേ ഖളാ ആക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇസ്ലാം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പിശാചിനോടായിരിക്കണം. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നാട്ടുകാരോട്. രാഷ്ട്രീയവും ഇസ്ലാമും ഒന്ന് തന്നെയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒറ്റ സ്ഥലത്തെ വുളൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. 250 സ്ഥലത്ത് രാഷ്ട്രീയത്തെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വുളൂവിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ ഒറ്റ സ്ഥലത്താ പറഞ്ഞു. മാഇദയിൽ ഒരു സ്ഥലത്ത് അല്ലാഹു തആല 250 സ്ഥലത്ത് രാഷ്ട്രീയം ചെറിയ കാര്യമല്ല. അറബിയിൽ സിയാസത്ത് എന്നാണ് രാഷ്ട്രീയത്തിന് പറയുക. സിയാസത്ത്. കാനത്ത് ബനു ഇസ്രായീല തസൂസുഹുമുൽ അംബിയ കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. സിയാസത്ത് എന്ന് പറഞ്ഞ രാഷ്ട്രീയം എന്നാണ് അതിന്റെ അർത്ഥം. കാനത്ത് ബനു ഇസ്രായേലികളെ തസൂസുഹും, അവരെ ഭരിച്ചിരുന്നത്, അവരുടെ രാഷ്ട്രീയക്കാരായിരുന്നു അൽ അംബിയാ, അംബിയാക്കളായിരുന്നു. 1,24,000 പരം അംബിയ മുർസലീങ്ങൾ ഇവിടെ വന്ന് വെറും കേവലം പ്രവാചകന്മാരായി മാത്രമല്ല അവർ കഴിഞ്ഞുകൂടിയത്, അവര് രാഷ്ട്രീയ നേതാക്കളായിട്ടാണ് കഴിഞ്ഞുകൂടിയത്. രാഷ്ട്രീയ നേതാക്കളായിരുന്നു. 1,24,000 പരം അംബിയ മുർസലീങ്ങൾ. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ കാണുന്ന ഇടതും വലതും നടുക്കുമൊക്കെ ഉള്ള രാഷ്ട്രീയം ഒന്ന്. 30 ലക്ഷം ചതുരശ്ര മൈൽ ചുറ്റളവിന്റെ പ്രതിനിധിയായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരേ സമയത്ത് രാഷ്ട്രീയ നേതാവ്, ഒരേ സമയത്ത് ഇമാമത്ത്, ഒരേ സമയത്ത് ആദില് നീതിമാൻ, ഒരേ സമയത്ത് തേരാളി, ഒരേ സമയത്ത് കർഷകൻ, ഒരേ സമയത്ത് ആട്ടിടയൻ, ഒരേ സമയത്ത് ജനസേവകൻ. ഈ രാഷ്ട്രീയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ്? 80 വർഷത്തിന് മുമ്പ് റഷ്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പേര് പറയണ്ട, ജോസഫ് എന്നാണ്, കുറച്ചുകൂടെ ഉണ്ട് പേര്. 80 വർഷത്തിന് മുമ്പ് അദ്ദേഹം തന്റെ പാർലമെന്റിലേക്ക് വരുമ്പോ ഒരു കോഴിയെ എടുത്തുകൊണ്ടുവരുന്നു. ഒരു കോഴി, തൂവലുകൾ നിറഞ്ഞു തിങ്ങിയ ഒരു കോഴിയെ കൊണ്ടുവരുന്നു. പാർലമെന്റ് അംഗങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിയാണ്, ഇയാൾക്ക് എന്ത് ഭ്രാന്ത്, കോഴിയെ പൊക്കിയിട്ട് പാർലമെന്റിൽ വരാൻ. പാർലമെന്റിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ജീവനോടുകൂടി ആ കോഴിയുടെ ഓരോ തൂവലുകളും അദ്ദേഹം പറിച്ച് എറിയാണ്. കോഴി നിലവിളിച്ച് കൂവുകയാണ്, കരയുകയാണ്, പക്ഷെ അതിനൊന്നും പരിഗണിക്കുന്നില്ല.
അവസാനത്തെ തൂവലും പറിച്ച് എറിഞ്ഞു. എന്നിട്ട് ആ കോഴിയെ താഴേക്ക് ഇട്ടു. അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരുന്ന കുറച്ച് ധാന്യപ്പൊടി എടുത്ത് വിതറിയപ്പോ ആ കോഴി അവിടെ പോയി തിന്നു. അത് ഒരു പൂട പോലും ഇല്ല, ബ്രോസ്റ്റഡിന് വേണ്ടി തയ്യാറാക്കിയതുപോലെ. ആ കോഴി പോയി കൊത്തുന്നു ധാന്യമണി. പിന്നീട് കുറച്ചെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ കീഴിലിട്ടു. ആ കാലിന്റെ കീഴിലും പോയി ആ ധാന്യമണി കൊത്തി തിന്നുന്നു. അവിടുത്തെ പാർലമെന്റ് അംഗങ്ങളോട് ഇദ്ദേഹം പറഞ്ഞു, ഇതാണ് രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയം. നമ്മൾ ഭരണാധികാരികൾ, ഈ കോഴി ഭരണീയനാണ്. ഈ കോഴിയെ നമ്മൾ എത്രത്തോളം പീഡിപ്പിച്ചാലും, ഈ ഭരണീയരായ ഈ സാധുക്കളായ ജനങ്ങളെ എത്ര പീഡിപ്പിച്ചാലും അവർക്ക് നക്കാപ്പിച്ച ഇട്ട് കൊടുത്താൽ മതി, സമയത്തിന് അവരത് നക്കി തിന്നോളും. പിന്നീട് നമ്മുടെ പണി എന്തോ അവിടെ നടക്കും. അതാണ് നടക്കുന്നത്. ഓരോ രാഷ്ട്രീയ മേഖലയിൽ 4.5 വർഷം വരെ റോഡ് കുഴിയായിരിക്കും. 4.25 വർഷമാകുമ്പോൾ റോഡെല്ലാം പതുക്കെ അടയ്ക്കാൻ തുടങ്ങും. വെള്ളമില്ലാത്തടത്ത് വെള്ളം വരും, പെയിന്റ് അടിക്കാത്തടത്ത് പെയിന്റ് അടി വരും, കറണ്ട് ഇല്ലാത്തടത്ത് കറണ്ട് വരും, പാത്രം കഴുകാൻ ആള് വരും, ചട്ടി കഴുകാൻ ആള് വരും, മീൻ വെട്ടിത്തരാൻ ആള് വരും. അതുവരേക്കും ആളിനെ കാണാനേ ഇല്ല, അതുവരയ്ക്കില്ല. സമയമാവുമ്പോ എന്തെങ്കിലും ഇത്തിരി അവർക്ക് കൊടുത്ത് അവരെ ഒന്ന് സമാധാനിപ്പിക്കുമ്പോൾ കുറച്ച് പുലൂസ് കൊടുത്ത് എന്തെങ്കിലും ഒരു ധാന്യമണി ഇട്ട് കൊടുത്താൽ ഈ കോഴിയെ പോലെ എല്ലാവരും കൈയടിച്ച് ആസ്വദിച്ചു. ആ പാർലമെന്റിൽ 80 വർഷം മുമ്പ് റഷ്യൻ പാർലമെന്റ് നടന്ന സംഭവമാണ് രാഷ്ട്രീയം. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിലെ രാഷ്ട്രീയം ഇതായിരുന്നില്ല പരിശുദ്ധമായ ഇസ്ലാമിക രാഷ്ട്രീയം. പരിശുദ്ധ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. പടച്ചവനെ, ഈ രാജ്യം, ഈ നാട്, ഈ മണ്ണ് നിർഭയത്വമുള്ളതാക്കണം പടച്ചവനെ. ഈ രാജ്യത്ത് നടക്കുന്ന, ഉറങ്ങുന്ന, ജോലി ചെയ്യുന്ന ഓരോ പൗരനും പരിപൂർണമായ നിലയിൽ നിർഭയത്വം നീ നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത രാഷ്ട്രീയമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട സമയത്ത് കഅബയുടെ ഖില്ല പിടിച്ചിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുങ്ക സുൽത്താനൻ നസിറ. ഒരു രാഷ്ട്രീയ നേതാവിനെ, എനിക്ക് നല്ല ഒരു നേതാവിനെ, ജേതാവിനെ എനിക്ക് നീ നൽകണേ പടച്ചവനെ, ഒരു സഹായിയെ നൽകണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം സേവനമാണ് ഇസ്ലാം കാണുന്ന കാഴ്ചപ്പാട്. ആ രാഷ്ട്രീയമാണ് ഇസ്ലാമും രാഷ്ട്രീയം ഒന്നാണെന്ന് പറയുന്നത്. അല്ല നമ്മുടെ ഇന്നത്തെ പോലുള്ള കൊലയും കൊള്ളിവെപ്പും അവിടെ വാതുവെപ്പും പാരവെപ്പും, അവനെ കൊല്ലലും ഇവനെ കൊല്ലും, ഇവന്റെ രഹസ്യ അജണ്ട എടുത്ത് അങ്ങോട്ടിട്ട് കൊടുക്കലും അവന്റെ രഹസ്യം ചോർത്തി ഇങ്ങോട്ടിടലും, ഒരുത്തന്റെ വിഴുപ്പ് പാണ്ട മലക്കലും, ഒരുത്തനെ കളിയാക്കലും പരിഹസിക്കലും അപഹസിക്കലും ആക്ഷേപിക്കലും അധിക്ഷേപിക്കലും കൈക്കൂലി കൊടുക്കലും, ഇതൊന്നുമല്ല രാഷ്ട്രീയം. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ധർമ്മം നിലനിൽക്കണം, അധർമ്മത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം, ഇവിടെ ഭയം തുടച്ചു നീക്കപ്പെടണം, നിർഭയത്വം ഉണ്ടാകണം. ആരാധനാലയങ്ങളും ഇവിടെ താമസിക്കുന്ന പൗരന്മാരുടെയും വീടുകളും കുടിലുകളും പരിപൂർണമായ നിർഭയത്വത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പട്ടിണി പാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, രോഗികൾ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് അതിനുള്ള പരിപൂർണമായ സംരക്ഷണം ഏർപ്പെടുത്തി കൊടുക്കുക. ഇതാണ് ഇസ്ലാമിക രാഷ്ട്രീയം. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ്. അതുകൊണ്ടാണ് ദുആ ചെയ്തത്, അള്ളാഹുവേ ഈ നാട് നീ നിർഭയത്വമുള്ള നാടാക്കണേ പടച്ചവനെ. ആർക്കും അവിടെ വന്നാൽ പേടിക്കേണ്ടി വരികയില്ല. ബഹുമാനപ്പെട്ട ഖലീഫകളെ മൊത്തം തിരഞ്ഞെടുത്തത് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിലൂടെയാണല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഇനി ആരാണ് നമ്മുടെ നേതാവായിട്ട് വരേണ്ടത് എന്ന വിഷയം വന്നപ്പോ ചർച്ചകൾ വന്നില്ലേ? ചർച്ചകൾ വന്നപ്പോ 2 സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നത്. ഒന്ന് മക്കയിൽ നിന്നുമുള്ള ഒരു സ്ഥാനാർത്ഥി, ഒന്ന് മദീനയിൽ നിന്നുമുള്ള ഒരു സ്ഥാനാർത്ഥി. മക്കയിലത്തെ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മദീനയിലെ സ്ഥാനാർത്ഥി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ ചെറുപ്പം മുതലേ എല്ലാം അറിഞ്ഞു വന്ന വ്യക്തിയാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമാണ്. അതുകൊണ്ട് പരിപൂർണ്ണ വിശ്വസ്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്ക് ബൈഅത്ത് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മത്ത് മക്കക്കാരും മദീനക്കാരും ഒന്നടങ്കം ഏറ്റെടുത്തു. അവിടെ പാരവെക്കാനൊന്നും പോയില്ല. എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തക്ബീർ വിളിച്ച് ഖലീഫയായി അംഗീകരിച്ച് തെരഞ്ഞെടുത്തു.
2.5 വർഷക്കാലം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അമീറായിട്ട് അവിടെ കഴിഞ്ഞുകൂടി. രോഗബാധിതനായി വഫാത്തിനോട് അടുത്ത സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ അനുയായികളായവരൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, നമുക്ക് ഉമറിനെ അടുത്ത സ്ഥാനത്തേക്ക് നിങ്ങൾ നിയോഗിക്കണം. ഉമർ പോലും അറിയുന്നില്ല ഇത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പോലും അറിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചില സഹാബാക്കളെ വിളിച്ചിട്ട് ചോദിച്ചു. എന്നിട്ട് രഹസ്യമായിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ദൂതന്മാരെ വിട്ടു. രഹസ്യമായിട്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ രഹസ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ, ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ തെരഞ്ഞെടുത്തു. ഒന്നടങ്കം സ്വഹാബാക്കൾ തക്ബീർ വിളിച്ച് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 2.5 വർഷം ഖലീഫയായി തുടർന്നു, വഫാത്തായി. 10 വർഷം പിന്നെ ഖലീഫ സ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സ്വഹാബാക്കളെ തെരഞ്ഞെടുത്തു. 13 വർഷക്കാലത്തോളം അദ്ദേഹം കടിഞ്ഞാൻ പിടിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിരുന്നു, എന്നാൽ ഒരു സാധാരണക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പാതിരാത്രി എഴുന്നേറ്റ് വേഷം മാറി ഓരോ കുടിലുകളുടെ പരിസരത്ത് കൂടെ കടന്നുപോകും, അവർക്ക് എന്താണ് പ്രശ്നമെന്നറിയാൻ. അങ്ങനെയാണല്ലോ ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് കേട്ടിട്ട് എന്തേ കരയുന്നത് എന്ന് അന്വേഷിച്ചപ്പോ ആ കുട്ടി വിശന്നിട്ട് കരയുകയാണ്. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിക്കുള്ള ഭക്ഷണം അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ വിശപ്പ് അടക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് പിറ്റേ ദിവസം പാർലമെന്റിൽ പോയത്. പിന്നീട് ഒരു ദിവസം നടന്നു നീങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്നു, ഒരു ഞരക്കം കേൾക്കുന്നു ഒരു പെൺകുട്ടിയുടെ. എന്താണ് സംഭവം ചോദിച്ചപ്പോ പ്രസവ വേദനയാണ്, ആരുമില്ല സഹായിക്കാൻ. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ആതിഖ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നു അവരുടെ പ്രസവം എടുത്തു. അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോഴാണ് പാലിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നത്തെ കുറിച്ച് ഉമ്മയും മകളും ചർച്ച. അവസാനം ആ ഉമ്മ പറഞ്ഞത് തെറ്റ്, മകള് പറഞ്ഞത് ന്യായം. മകള് പറഞ്ഞു പാടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉമറിനെയല്ല ഞാൻ ഭയപ്പെടുന്നത്, അള്ളാഹയെ ഭയപ്പെടുന്നത്. മോളെ ഉമർ കാണൂലല്ലോ മോളെ, പാതിരാത്രിയല്ലേ, നീ പാലിൽ കുറച്ച് വെള്ളം ചേർക്ക്. ഇല്ല ഉമ്മ, അള്ളാഹുവിനാണ് ഞാൻ ഭയപ്പെടേണ്ടതെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ച ആ മഹദിയെ വിളിച്ച് ആദരിച്ചു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. രാത്രി ജനങ്ങളുടെ ക്ഷേമ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഭരണാധികാരിയായ ആ രാഷ്ട്രീയമാണ് ശരീഅത്തുൽ ഇസ്ലാം ലോകത്ത് സമ്മാനിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടാണ് മഹാത്മാഗാന്ധിജി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണം ഈ രാജ്യത്ത് വരണമെന്ന്. വെറുതെ അല്ല. നമ്മുടെ ഡീസലിനും പെട്രോളും വില കൂട്ടി, അരിക്കും ചാപ്പാടിനും വില കൂട്ടി, തിന്നുന്നതിന് ദോശയ്ക്ക് പോലും സബ്സിഡി വാങ്ങിയിട്ട്, തിന്നുന്ന ഇഡലിക്ക് പോലും വടക്ക് പോലും സബ്സിഡി വാങ്ങിയിട്ട് റാഹത്തോടെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മൊത്തം കപ്പം കൊടുത്ത് ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഈ ഉമ്മത്ത് എത്തിച്ചേർന്നെങ്കിൽ മഹാത്മാഗാന്ധിജി ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആലയുടെ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ സ്വസ്ഥമായി സമാധാനമായി ഈ ലോകത്ത് മനുഷ്യർ ജീവിക്കാമായിരുന്നു. അതായിരുന്നു ഭരണാധികാരി. അതാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയമാണ് ഇസ്ലാമും രാഷ്ട്രീയം ഒന്നെന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, 100 റക്അത്ത് പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ജനസേവകനായി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വാർഡ് തോറും ഇറങ്ങലാണ് എന്റെ ജോലി, അതാണ് എനിക്ക് ഇഷ്ടം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഞാൻ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ നാട്ടിലത്തെ പാവപ്പെട്ട പട്ടിണി കുടുംബത്തെ കണ്ട് സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലും വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കുകയും രോഗികളെ ശുശ്രൂഷിക്കലുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു. ചെറിയ കാര്യമാണോ? ഇതാ രാഷ്ട്രീയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞാണ്. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചത്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. ഇവിടെ നമുക്ക് ആ ഒരു നന്മ ഉപദേശിക്കാൻ ആളില്ലാതായില്ലേ? വയോധികയ്ക്ക് പോലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടില്ലേ നമ്മുടെ നാട്ടില്? 85 വയസ്സായ വയോധികയെ പോലും പരസ്യമായി പീഡിപ്പിക്കാൻ, എന്ത് പീഡിപ്പിക്കാൻ? ആ ഉമ്മമാരുടെ സ്ഥാനത്തുള്ള ആ വയോധികകളെ പോലും പീഡിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സമുദായം എത്തിച്ചേർന്നെങ്കിൽ പരിശുദ്ധ ശരീഅത്തിന്റെ നിയമം അല്ലേ നമുക്കിവിടെ വലുത്? ആലോചിച്ചു നോക്കി. പരസ്യമായി വിഹരിക്കുന്നു, അനാചാരങ്ങൾ അധികരിക്കുന്നു, ലഹരി അധികരിക്കുന്നു, കള്ളുകൂടി വ്യാപിക്കുന്നു, തട്ടിക്കൊണ്ടുപോകൽ അധികരിക്കുന്നു, കൈക്കൂലി അധികരിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാം ഇതിനെയൊക്കെ എതിർത്തിട്ട് ധർമ്മവും നീതിയും ഈ ലോകത്ത് കൊണ്ടുവരാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരാളിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് ഇടതോ വലതോ നടക്കുന്നൊന്നും അല്ല നമുക്ക് വേണ്ടത്.
നമ്മുടെ നാടിന്, സമുദായത്തിന് നന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവൻ ആരാണോ, മുഖം നോക്കാതെ നന്മയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നവൻ ആരാണോ, മുഖം നോക്കാതെ തിന്മയ്ക്കെതിരെ നടപടിയെടുക്കുന്നവർ ആരാണോ, അതാരായാലും അത് ഏത് പാർട്ടിയായാലും അവർക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിക്രമത്തിനും അധർമ്മത്തിനും അന്യായത്തിനും കൂട്ടുനിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് നിങ്ങൾ വോട്ട് ചെയ്താൽ, കേവലം ഒരു പ്രസ്സിങ് കൊണ്ട്, ഒരു ചുണ്ടുവിരൽ കൊണ്ട്, ചെറിയ ഒരു വാക്കുകൊണ്ട് ഒരു അധർമ്മകാരിയാണ് അവർക്കെതിരെ നിങ്ങൾ വോട്ട് ചെയ്താൽ, അവൻ ചെയ്യുന്ന തെറ്റിന്റെ ഓരോ ഓഹരിയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വീണുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 വർഷം അവൻ എന്തെല്ലാം തെറ്റ് ചെയ്യുന്നു അതിന്റെ മുഴുവൻ ഒരു സവാബ്, മിസ്ലു സവാബ് അബൂബക്കറിന്റെ ATM-ലേക്ക് വീണുകൊണ്ടിരിക്കും. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ശരീഅത്ത് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റളിയല്ലാഹു തആല പറഞ്ഞു, തൗആമാനി, രാഷ്ട്രീയവും ഇസ്ലാമും തൗആമാനി, ടിൻസ് പോലെയാണ്. ടിൻസ്, ഇരട്ടക്കുട്ടികളെ വേർപെടുത്താൻ പറ്റൂല എന്നതുപോലെ രാഷ്ട്രീയത്തെയും ഇസ്ലാമിനെയും വേർപെടുത്താൻ പറ്റൂല. അപ്പൊ നമുക്ക് രാഷ്ട്രീയം ഇല്ലെന്ന് പറയരുത്. നമ്മുടെ രാഷ്ട്രീയവും ശരീഅത്തും ഇസ്ലാമുണ്ട്. 1,24,000-ൽ പരം അംബിയാ മുർസലുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. സുലൈമാൻ നബി, ദാവൂദ് നബി, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ടില്ലേ, ഇനി നമ്മുടെ നാട്ടിൽ വരൾച്ച ബാധിക്കാൻ പോവുകയാണ് 7 വർഷക്കാലത്തോളം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അധികാരത്തിൽ കയറി ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ കാര്യമല്ല നോക്കിയത്. അദ്ദേഹം ഒഴിഞ്ഞു കിടക്കുന്ന കൃഷിഭൂമികൾ മുഴുവനും സമൃദ്ധമുള്ള വിളവുകളാക്കാൻ മാറ്റാൻ എല്ലാ കൃഷിക്കാരെയും വിളിച്ച് കൃഷി ചെയ്യാൻ പറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന പാടശേഖരങ്ങളെ എല്ലാം അദ്ദേഹം എഴുതിയിട്ട് എല്ലാവർക്കും ഓഹരി ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ട്, അടുത്ത 7 വർഷം വലിയ ഒരു ദാരിദ്ര്യം നമ്മൾ നേരിടാൻ പോവുകയാണ്. ആ 7 വർഷത്തേക്കുള്ള ധാന്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ശേഖരിച്ചു വെച്ചുകൊള്ളണം, അതിന്റെ പണിയെടുത്തു കൊള്ളണമെന്ന് രാഷ്ട്രീയ നേതാവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറയും. അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിക്കുകയും സഹായിക്കുകയും ചെയ്തു കൊടുത്തു. ആ രാഷ്ട്രീയമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുന്നിൽ സമ്മാനിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ദിനംപ്രതി സാധനത്തിന് വില കൂട്ടലല്ല വേണ്ടത്. ഈ പാവപ്പെട്ട ജനതകൾ രാവിലെ എഴുന്നേറ്റ് പോയി കഷ്ടപ്പെട്ട് അവന്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുമ്പോ അവനുണ്ടാക്കി കൊണ്ടുവരുന്ന 1000 രൂപയിൽ 250 രൂപ ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് വരുന്നത്. ആശുപത്രിയിൽ പോയാലും എവിടെ പോയാലും എല്ലാത്തിനും പൈസയും കൈക്കൂലിയുമുള്ള ഒരു സാഹചര്യമാണ്. നമുക്ക് സ്വസ്ഥമായി അമ്നോടുകൂടി നിർഭയത്വത്തോടുകൂടി സന്തോഷമായി ജീവിച്ച് അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകണം. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സാഹചര്യമാണ് നമ്മൾ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലൂടെ നാം സ്വീകരിക്കേണ്ട നിലപാട്. നമുക്കൊരു റാഹത്ത് കിട്ടണം, നമുക്കൊരു സമാധാനം കിട്ടണം, ഇവിടെ രാജ്യത്ത് സമാധാനം കിട്ടണം, സന്തോഷമായി എല്ലാവരും കഴിഞ്ഞുകൂടണം. ഇവിടെ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരുമാകട്ടെ, ഓരോ മതക്കാരും അവനവന്റെ മതമനുസരിച്ച് അവൻ ജീവിച്ചു പോയിക്കൊള്ളട്ടെ. പക്ഷെ മനുഷ്യന് സമാധാനം വേണം. അവന് സ്വസ്ഥമായി അവന്റെ പള്ളിയിൽ പോയി ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവനുണ്ടാകണം. ആരെയും വേദനിപ്പിക്കുന്നില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പള്ളികൾ തിരഞ്ഞെടുത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ, ആ പള്ളികൾ സുബൈക്ക് വരുമ്പോൾ പള്ളി കാണൂല, എല്ലാം പൊളിച്ച് തകർത്ത് കൊണ്ടുപോയി കുപ്പത്തൊട്ടിൽ വലിച്ചെറിഞ്ഞിരിക്കുക. എവിടെ പോയി നിസ്കരിക്കാനാണ്? അങ്ങനത്തെ ഒരു സാഹചര്യമല്ല രാഷ്ട്രീയത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സമാധാനമാണ്. ഓരോ ഭരണാധികാരികളും ഭരണീയർക്ക് പരിപൂർണമായ ഉറപ്പും സംരക്ഷണവും നൽകണം. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെയാണ് പരിശുദ്ധ ശരീഅത്ത് നമ്മളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ശരീഅത്ത് രാഷ്ട്രീയത്തെ ഒരിക്കലും എതിർക്കുന്നില്ല. ഇസ്ലാമും രാഷ്ട്രീയവും ഒന്ന് തന്നെയാണ്. അത് അങ്ങനെ പഠിച്ചു വെച്ചോളി. അതൊന്നു തന്നെയാണ്. രാഷ്ട്രീയം ഒന്നുമില്ല, നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, നമുക്ക് പള്ളിയും പട്ടണമായിട്ട് കഴിഞ്ഞുകൂടിയാൽ മതി എന്ന ഒരു ധാരണയല്ല നമുക്ക് വേണ്ടത്. എല്ലാ പ്രവാചകന്മാരും ഇതിന് നേതൃത്വം കൊടുത്തവരാണ്. ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും ഉണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നാളത്തെ ദിവസം ബാബരി മസ്ജിദ് എപ്പോഴും അവിടെ ക്ഷേത്രം വന്നാലും എന്ത് വന്നാലും അമ്പലം വന്നാലും പള്ളി തന്നെയാണ്. ഹുവ മസ്ജിദുൻ അബദ. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് അതെടുത്ത് മായ്ച്ചു കളയാൻ നമുക്ക് പറ്റൂല. ഒരു ബാബരി മസ്ജിദിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തകർക്കപ്പെട്ടതെങ്കിൽ അറിയപ്പെടാത്ത എത്രയോ നൂറുകണക്കിന് മസ്ജിദുകൾ ഇന്നില്ല. നൂറുകണക്കിന് മസ്ജിദുകൾ, മുൻഗാമികളായ മഹത്തുക്കൾ ഇവിടെ പണിത് സുജൂദ് ചെയ്യാൻ അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച മസ്ജിദുകളൊന്നും നമുക്കിന്ന് ഇവിടെ കാണാനില്ല. ഏറ്റവും വലിയ പള്ളികളെല്ലാം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതൊന്നും അറിയുന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്കിത് മറക്കാൻ പറ്റില്ല. ഡിസംബർ 6 എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് ബാബരി മസ്ജിദിനെ നമുക്ക് മായ്ച്ചു കളയാൻ ഒരിക്കലും നമുക്ക് പറ്റൂല. അത് ഖിയാമത്ത് നാൾ വരെ ആ സ്ഥലം മസ്ജിദ് തന്നെയായിരിക്കും.
അതാണ് അള്ളാന്റെ തർത്തീബ്. അത് അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചത്, അങ്ങനെ മൗഖൂഫ് ചെയ്യപ്പെട്ടതാണ്. ഇനിയൊരു പള്ളി പൊളിക്കപ്പെടാതെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുകയും ഓരോ മതക്കാരും അവരവരുടെ മതത്തെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് അവരിഷ്ടപ്പെടുന്ന ദൈവത്തെ ആരാധിച്ചു പോകാനുമുള്ള സ്വാതന്ത്ര്യത്തിനും അതിനുള്ള അവകാശത്തിനും വേണ്ടി ആരാണോ പ്രയത്നിക്കുന്നത് അവർക്ക് വേണ്ടി സുമനസ്സോടുകൂടി നിങ്ങൾ വോട്ട് ചെയ്യുക. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് അതാണ് വേണ്ടത്. നമ്മുടെ പല പാർട്ടികളൊക്കെയാണ് സംഭവമൊക്കെ ശരി തന്നെയാണ്. പാർട്ടികളൊക്കെ 75,632 രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുണ്ട്. ഈ ഇത്രയും സ്ഥാനാർത്ഥികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തില് അപ്പൊ ഇത്രത്തോളം 25,612 വാർഡുകളുണ്ട്. ഈ വാർഡുകളിലായിട്ട് നിൽക്കുകയാണ്. 84ഓളം മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ, ഇതൊക്കെ നമ്മുടെ 154ഓളം ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ ഇവിടെയൊക്കെ 941 ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഇവിടെയൊക്കെ നാളെ ഓരോരുത്തർ പോയി നിൽക്കുമ്പോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താ? നമ്മുടെ ഇടതോ വലതോ നടക്കൊന്നും അല്ല വിഷയം. നമ്മുടെ നാടിന് പൂർണ്ണ സംരക്ഷണം, നമുക്ക് സമാധാനം, സന്തോഷം, സൗഹാർദ്ദം നിലനിൽക്കുകയും നമുക്കെല്ലാവർക്കും പൂർണ്ണ സുരക്ഷ ലഭിക്കുകയും ചെയ്യുന്ന നല്ല ഒരു നാളേക്ക് വേണ്ടിയുള്ള പ്രതിനിധികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് ആരും അത് പാഴാക്കാതെ വേണ്ടതുപോലെ നല്ല രീതിയിൽ അണ്ടറക്കാതെ നിസ്കരിച്ച് ഇസ്തിഖാറ ചെയ്ത് അള്ളാഹുവെ ഞങ്ങളുടെ ഭാവിക്ക് നന്മയുണ്ടാക്കുന്നവരാരാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പോയി വോട്ട് ചെയ്യുക. അള്ളാഹു നല്ലത് പ്രവർത്തിക്കാനും കാണാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാടിനും രാജ്യത്തിനും എല്ലാ നിലയ്ക്കും നിർഭയത്വം നൽകുന്ന രാഷ്ട്രീയ പ്രതിനിധികളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദുഷിച്ച ശക്തികളെയും അള്ളാഹു കൈകാര്യം ചെയ്യുമാറാകട്ടെ. ഫറോവയെ ഹാമാനെയൊക്കെ കൈകാര്യം ചെയ്തതുപോലെ അവരെയൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്ത് ലോകത്ത് സമാധാനം അള്ളാഹു തആല നൽകി സന്തോഷത്തോടുകൂടി ലോകാവസാനം വരെ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.